ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അച്ഛൻ്റെ സപ്തതിയാണ്. തലേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡും കുഞ്ചൂസും എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കോഴിക്കോടാണ് വീട്. ഇതൊരു സർപ്രൈസ് വിസിറ്റ് കൂടിയാണ്. അച്ഛനോട് ഞങ്ങൾ ബർത്ത്ഡേക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നേരെ പിന്നേച്ചിയുടെ അടുത്താണ് പോയത്. പിന്നേച്ചിക്കും ഞങ്ങൾ വരുന്ന കാര്യം അറിയില്ലായിരുന്നു. ജനശതാബ്ദിയിലാണ് പോയത്. രാവിലെ 7:30 ട്രെയിന്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ തന്നു വിട്ടായിരുന്നു. ഇഡലിയും ചമ്മന്തിയായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. കുഞ്ചൂസും ഞാനും കുറച്ചു നേരം മഴയത്തൊക്കെ കളിച്ചു. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ആളുകൾ ഇറങ്ങുന്നത് കാണുമ്പോൾ കുഞ്ചൂസ് അവർക്ക് ടാറ്റ കൊടുക്കുകയാണ്. ജനശതാബ്ദി ആയതുകൊണ്ട് യാത്ര കുറച്ച് സുഖമായി എനിക്ക് തോന്നി. ഞാൻ കോഴിക്കോട് പോകുമ്പോൾ മിക്കവാറും ഈ ട്രെയിനിലാണ് പോവാറ്. 7:30 കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മണിയാകുമ്പോഴേക്കും നമുക്ക് കോഴിക്കോട് എത്താം. സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നേച്ചിയുടെ അടുത്തേക്കാണ് പോയത്. പിന്നേച്ചിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. ഞാൻ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പിന്നേച്ചിയുടെ എക്സ്പ്രഷൻ കാണാൻ. ബട്ട് ഷോപ്പിൽ ഒരു കസ്റ്റമർ ഉള്ളത് കാരണം പിന്നേച്ചിൻ്റെ റിയാക്ഷൻ ഫോണിൽ കറക്റ്റ് കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്ന് ബാക്കി വന്ന ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നേച്ചും കുഞ്ചൂസും കഴിച്ചു. ഞാൻ എപ്പോൾ ഷോപ്പിൽ പോകുമ്പോഴും പുതിയ വരുന്ന സൺഗ്ലാസ് ഇട്ട് നോക്കാറുണ്ട്. അപ്പോഴാണ് പിന്നേച്ചി പറഞ്ഞത് ഇന്ത്യൻ ഫോക്കസിൻ്റെ സൺഗ്ലാസിന് 40% ഓഫുള്ള കാര്യം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല, എന്നാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സൺഗ്ലാസ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഷോപ്പ് വരുന്നത് പുല്ലാളൂരാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും ചിത്രനും കൺമണിയും വന്നു. ആ കൺമണി കുട്ടിയെ കണ്ടപ്പോഴാണ് കുഞ്ചൂസ് ഹാപ്പി ആയത്. അവിടെ നിന്ന് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയത് ചന്ദ്രേട്ടൻ്റെ കടയിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയ ഒരു കടയാണിത്. ഇത് ശരിക്കും ടൗണിലുള്ള കടയല്ല, കുറച്ചൊരു ഗ്രാമപ്രദേശത്താണ്. സോ ആ കടയിലേക്കുള്ള വഴിയും കടയും എല്ലാം ഒരു തനിമ നിറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. പിന്നേച്ചിയും ചിത്രനും ഇവിടുത്തെ ഒരു സ്ഥിരം വിസിറ്റേഴ്സ് കൂടിയാണ്. ഇവിടുത്തെ ഊണിൻ്റെ ടേസ്റ്റിനെ പറ്റി പിന്നേച്ചി പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചോറും സാമ്പാറും മീൻകറിയും അവിയലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക മുളക് ചമ്മന്തിയും അവിടെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ സ്പെഷ്യലാണ്. എല്ലാതരം ഫിഷ് ഫ്രൈയും അവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയത് കാരണം അയക്കൂര അലയും മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചന്ദ്രേട്ടൻ്റെ കടയിലെ എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ വിറകടുപ്പിലാണ് അവരെല്ലാം കുക്ക് ചെയ്യുന്നത്. അവിടുത്തെ പാൽപ്പായസം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പൊതുവെ പാൽപ്പായസം കുടിക്കാത്ത ആളാണ് ഞാൻ. ബട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും വാങ്ങി കുടിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റി ഫുഡായത് കാരണം എല്ലാവരും വയറ് നിറയെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നടത്തമാവാന്ന് കരുതി അതിനടുത്തുള്ള ഒരു കാവിലേക്ക് പോയി. മഴയായതുകൊണ്ട് ഫുൾ വെള്ളമായിരുന്നു. ഞാൻ ശരിക്കും ആ ഇടവഴിയിലൂടെയുള്ള നടത്തം എൻജോയ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ സ്കൂൾ ലൈഫാണ് ഓർമ്മ വന്നത്. മഴക്കാലമായാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഇതുപോലെയാണ്. കാവിനടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. വാനരന്മാരുടെ അമ്പലമാണത്. മഴയായത് കൊണ്ടാവണം ഞങ്ങൾ കാവിനുള്ളിൽ കുരങ്ങന്മാരെയൊന്നും കണ്ടില്ല. തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു വീടിൻ്റെ മതിലിലും പ്ലാവിലും കുറേ കുരങ്ങന്മാരെ കണ്ടു. ഒരു 6 മണിയായപ്പോഴേക്കും ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഓട്ടോയിലാണ് പോയത്. കുഞ്ചൂസും കൺമണിയും നല്ല ഉറക്കമായിരുന്നു.
അച്ഛൻ ഞാൻ വരുന്ന കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നേച്ചും ജിത്തോടനാണ് വന്നതെന്നാണ് അച്ഛൻ വിചാരിച്ചത്. ഞങ്ങളെ കണ്ട് അച്ഛൻ ശരിക്കും ഞെട്ടി. അതേപോലെ തന്നെ അമ്മയുടെ എക്സ്പ്രഷൻ ആയിരുന്നു കോമഡി. അമ്മ ഒരു കിളി പോയ പോലെ നോക്കി നിൽക്കുകയാണ്. എന്താ സംഭവിച്ചതെന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പൊതുവേ ബർത്ത്ഡേ ഇത്രയൊന്നും ഗ്രാൻഡ് ആക്കാറില്ല. ഞങ്ങൾ 5 പേര് ഒതുങ്ങുന്ന സെലിബ്രേഷനാണ് പതിവ്. സപ്തതി ആയതുകൊണ്ട് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. ബർത്ത്ഡേക്ക് ഈവനിങ് ആണ് എല്ലാവരെയും ക്ഷണിച്ചത്. ഒരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമല്ല. നമ്മുടെ ഫാമിലിയും അയൽക്കാരും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളുടെ ഫാമിലി കുറച്ച് വലുതാണ്. സോ ഏകദേശം ഒരു 50 പേര് കാണും. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ജിത്തുവേട്ടൻ അച്ഛന് പൊന്നാട അണിയിച്ചു. പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ഗീ റൈസും ചിക്കൻ റോസ്റ്റായിരുന്നു അന്നത്തെ ഫുഡ്. അതിനുശേഷം ഞങ്ങൾ പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. കുറച്ച് പേരൊക്കെ വന്ന് പാട്ടൊക്കെ പാടി. അമ്മയും ഒരു താരാട്ട് പാട്ട് പാടി. ഞങ്ങളെ വീട്ടിലെ മെയിൻ സിംഗേഴ്സ് അമ്മയും പിന്നേച്ചിയുമാണ്. പിന്നേച്ചി ഇപ്പോൾ പാട്ട് വിട്ടതോടുകൂടി ഇപ്പോഴത്തെ മെയിൻ സിംഗേഴ്സ് അഞ്ജനിയും വിഷ്ണുവാണ്. ഞങ്ങൾ ഒരുപാട് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ എല്ലാ ഗെയിംസിനും ഗിഫ്റ്റും അറേഞ്ച് ചെയ്തായിരുന്നു. അതിലെല്ലാം നടത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ 3-4 ഗെയിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ബട്ട് ചെയ്ത ഗെയിംസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നായിരുന്നു.
അങ്ങനെ എല്ലാവരുമുള്ള ഒരു അടിപൊളി ഡേ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.